നമസ്കാരം. അമ്മയാവുക എന്നത് ഓരോ സ്ത്രീകളുടെ ഒരു അമൂല്യമായ നിമിഷമാണ്. എന്നാൽ ഇക്കാലത്ത് പലർക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാതെ വരുന്നു. ഇതിന് കാരണമാകുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഭക്ഷണത്തിൽ ശരിയായ പോഷകങ്ങളുടെ കുറവും ചിലപ്പോൾ കാരണമായേക്കാം. അതുകൊണ്ട് ഗർഭിണിയാവാൻ തയ്യാറെടുക്കുന്നവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് സ്ത്രീകളിലെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ കുറച്ച് ഭക്ഷണങ്ങൾ സഹായിക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പച്ച ഇലക്കറികളാണ്. ഇതിലുള്ള അയണും ഫോളിക് ആസിഡും ഗർഭാശയത്തിൻ്റെ ആന്തരിക പാളി അതായത് എൻഡോമെട്രിയൽ ലൈനിങ് വികസിപ്പിക്കാനും അതുപോലെ സൈഗോട്ട് ഭ്രൂണത്തിനെ ഗർഭാശയവുമായി ബന്ധിപ്പിക്കുവാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ ക്യാബേജ്, ഇത് ഈസ്ട്രജൻ മെറ്റബോളിസത്തിനെ സഹായിക്കുന്നു. അതുവഴി ഫൈബ്രോയിഡുകളും എൻഡോമെട്രിയോസിസും ഒക്കെ തടയുന്നു. കൂടാതെ ബ്രോക്കോളി കഴിക്കാം. ഉരുളക്കിഴങ്ങ്, ഇത് കോശവിഭജനം വർദ്ധിപ്പിക്കും. അങ്ങനെ ആരോഗ്യകരമായ അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. കൂടാതെ സിട്രസ് പഴങ്ങളായിട്ടുള്ള ഓറഞ്ച് ഒക്കെ ധാരാളം കഴിക്കുക. അതായത് വൈറ്റമിൻ സി ഓവുലേഷനും സഹായിക്കുന്നു. വാഴപ്പഴം, മുട്ട, ഇതിൽ കോളിൻ, ഫോളിക് ആസിഡ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, വൈറ്റമിൻ ഡി തുടങ്ങി ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുപോലെ സാൽമൺ, മത്തി, ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കക്ക, ഷെൽഫിഷ്, ഇതൊക്കെ അണ്ടോൽപാദനത്തിനും ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ സഹായിക്കുന്നു. പിന്നെ മഞ്ഞളും വെളുത്തുള്ളിയും ഒക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ചേർക്കണം. ഇത് അബോർഷൻ തടഞ്ഞ് അങ്ങനെ ഗർഭിണിയാവാനുള്ള സാധ്യതയൊക്കെ കൂട്ടുന്നു. കൂടാതെ മത്തങ്ങ വിത്ത്, മത്തങ്ങയുടെ കുരുക്കൾ, ഇതിലടങ്ങിയിരിക്കുന്ന സിങ്ക് കോശവിഭജനത്തിന് സഹായിക്കുന്നു. അതുപോലെ ഫ്ലാക്സ് സീഡ് ഫൈബ്രോയിഡുകൾ കുറയ്ക്കുന്നു. ഒലിവ് ഓയിലൊക്കെ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ പാലും പാലുൽപ്പന്നങ്ങളും, പാട മാറ്റാത്ത പാല് വേണം കുടിക്കാൻ. അതുപോലെ നട്ട്സ്, ബദാം, വാൾനട്ട്, കാഷ്യൂ, ഇതുപോലുള്ള നട്ട്സുകളും ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഗർഭിണിയാവാൻ തയ്യാറെടുക്കുന്നവർ ഇവയൊക്കെ ഭക്ഷണത്തിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക.